അസ്സലാമു അലൈക്കും. മാളിയേക്കൽ അലവി സഖാബിയും അലവി സഖാഫി അങ്ങനെ ഒരാളില്ല, അതിന്റെ ആളും മാറിയതാ. മാളിയേക്കൽ സുലൈമാൻ സഖാഫി, അലവി സഖാഫി കുളത്തൂർ, അത് രണ്ടും രണ്ടാണ്. ഇതൊക്കെ ഒന്നാക്കാം. നിങ്ങൾ ഈ അയ്യാലെ സ്ഥലഫലം എന്ന് പറയരുത് ദയവായിട്ട്. അതിനെക്കുറിച്ച് ചർച്ച അതിനെക്കുറിച്ചല്ലോ, ഉള്ളതുപോലെ തന്നെയാണ് പറഞ്ഞോട്ടെ വെച്ചിട്ടാണ്. എന്റെ ചോദ്യം, ജുമായ്ക്ക് 2 ബാങ്ക്, ആ 2 ബാങ്ക് പള്ളിയിൽ നിന്ന് കൊടുത്തതിന്, പള്ളിയിൽ വെച്ച് കൊടുത്തതിന് സഹാബത്തിന്റെ കാലത്ത് അങ്ങനെ നടന്നതിന് തെളിവുണ്ടോ? പള്ളിയിൽ വെച്ച് ജുമായ്ക്ക് 2 ബാങ്ക് കൊടുത്തതിന് സഹാബത്തിന്റെ കാലത്ത് തെളിവുണ്ടോ? പിന്നെ മറ്റൊന്ന്, സല്ലു കമാ റഹൈത്തുമൂനി ഹുസല്ലി എന്നത് കുത്തുബയ്ക്ക് തെളിവാകുന്നു, അത് അറബിയിലാവാൻ തെളിവാകുന്നു എന്ന് സുന്നികളെല്ലാം പറഞ്ഞെടുക്കുന്നുണ്ട്. എന്നാ മുജ്തഹിദ് എന്ന് വിശേഷിപ്പിക്കുന്ന ശാഫിഈ റളിയല്ലാഹു അൻഹു ഈ സല്ലു കമാ റഹൈത്തുമൂനി ഹുസല്ലി എന്നുള്ള ഈ ഹദീസിന്റെ വിശദീകരിച്ചുകൊണ്ട് ഖുതുബ അറബിയിലാവണമെന്ന് പറഞ്ഞതായിട്ട് ഷാഫി ഇമാം അദ്ദേഹത്തിന്റെ ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതായിട്ട് തെളിയിക്കാൻ സാധിക്കുമോ? എന്ന് മാത്രമല്ല, ഷാഫി ഇമാം പറയണത് വലാ ബഹസ അൻ യതകല്ലമ റജുലു ഫീ കുതുബത്തിൻ വകുല്ലു കുതുബത്തിൻ ഫീമാ യുഗ്നീഹി വയുഗ്നി ഗൈറുഹു ബികലാമിനാ. അപ്പോ ഷാഫി ഇമാം പറയണത് എല്ലാ കുതുബയിലും കുതുബ ഓതുന്നയാൾക്ക് മനസ്സിലാവുകയും അതുപോലെ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്ന അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ എല്ലാ കുതുബയിലും പറയാം എന്ന ഷാഫി ഇമാം പറയണത്. അപ്പോൾ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ, ഇപ്പോ നിസ്കാരത്തിന്റെ കാര്യം, നോമ്പിന്റെ കാര്യം എല്ലാം ബി കലാമിന്നാസ്, ജനങ്ങളുടെ ഭാഷയിൽ പറയണമെന്ന്. അപ്പോൾ ഷാഫി ഇമാം ഇത് പറയുന്നു. അപ്പൊ എന്റെ ചോദ്യം, 2 ചോദ്യം അവിടെ ചോദിച്ചത്, ഒന്ന്, ജുമായ്ക്ക് 2 ബാങ്ക് പള്ളിയിൽ സഹാബത്തിന്റെ കാലത്ത് കൊടുത്തിട്ടുണ്ടോ? രണ്ടാമത്, ഷാഫി ഇമാം അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഫിഖ് ഗ്രന്ഥത്തിൽ, മറ്റുള്ള ശേഷം വന്ന കാലഘട്ടത്തിലുള്ള ആളുകളല്ല, മുജ്തഹിദ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഷാഫി ഇമാം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ, ഏതെങ്കിലും ഫിഖ് ഗ്രന്ഥത്തിൽ പറഞ്ഞതായിട്ട് ഖുതുബ അറബിയിലാവണമെന്ന നിബന്ധന പറഞ്ഞതായിട്ട് തെളിയിക്കുവാൻ സാധിക്കുമോ? ഇതാണ് എന്റെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, ജുമാക്ക് 2 ബാങ്ക് കൊടുക്കണം, അത് പള്ളിയിൽ വെച്ച് സ്വഹാബത്തിന്റെ കാലത്ത് 2 ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ജുമാക്ക് 2 ബാങ്ക് വേണം. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ചില അഭിപ്രായ പ്രകാരം ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്നാണ് ഈ 2ാമത്തെ ബാങ്ക് കൊടുത്തത് എന്ന് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ജുമാക്ക് മുമ്പ് ബാങ്ക് കൊടുക്കണം, അത് 2 ആയിരിക്കണം. അത് സ്വഹാബത്തിന്റെ കാലഘട്ടം മുതൽക്ക് തന്നെ നിലവിലുള്ളതാണ്. അത് ചിലരുടെ അഭിപ്രായ പ്രകാരം പള്ളിയുടെ പുറത്താണ് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് കൊടുത്തിരുന്നത് ചില ആളുകൾ അഭിപ്രായപ്പെട്ടതായി കാണാം. അത് വെച്ചുകൊണ്ടാണ് ആ ചോദ്യം. പക്ഷെ ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമല്ല. 2 ബാങ്ക് വേണം, അത് സ്വഹാബത്ത് കൊടുത്തിട്ടുണ്ട്, അത് ഈ കാലം വരെ മുസ്ലിമീങ്ങൾ കൊടുക്കുന്നു. ഇനി 2ാമത്തെ ചോദ്യം എന്തായിരുന്നു? ഖുതുബയുടെ ഭാഷയെ കുറിച്ചായിരുന്നു. അവിടെ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന ഹദീസാണ് എല്ലാ പണ്ഡിതന്മാരും ഖുതുബ വേണം എന്നതിനാണ് തെളിവാക്കിയിട്ടുള്ളത്. പിന്നെ ഷാഫി ഇമാമിനെങ്ങനെ ഊന്നി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതും വാസ്തവത്തിൽ ഒരു തട്ടിപ്പാണ്. മുജാഹിദുകൾ സാധാരണ നടത്താറുള്ള ഒരു തട്ടിപ്പ്. അദ്ദേഹം മുജാഹിദാണോ എന്നറിയില്ല, സാധാരണ മുജാഹിദുകൾ നടത്താറുള്ള ഒരു തട്ടിപ്പാണത്. കാരണം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായങ്ങളും അദ്ദേഹത്തിന്റെ മദ്ഹബും, ഷാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ നിർവചനം എന്താ? ഇമാം ഷാഫി പറഞ്ഞതെന്നല്ല, ഇമാം ഷാഫി പറഞ്ഞത് എന്നല്ല നിർവചനം, ഇമാം ഷാഫി എഴുതിയത് എന്നുമല്ല. ഷാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫിഈയും അദ്ദേഹത്തിന്റെ അസ്ഹാബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ, ആ ശിഷ്യന്മാരും എത്തിച്ചേർന്ന അഭിപ്രായങ്ങൾ, അതിന്റെ സമാഹാരം, അതാണ് ഷാഫി മദ്ഹബ്. അപ്പൊ ഷാഫിഈ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്നതാണ് പണ്ഡിതന്മാർ ഖുതുബക്ക് തന്നെയും തെളിവാക്കിയിട്ടുള്ളത്. ജുമാക്ക് 2 ഖുതുബ വേണം എന്നതിന് തന്നെ തെളിവ് സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്നതാണ്. അപ്പൊ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്നതിനെ തെളിവാക്കി 2 ഖുതുബ ഓതുന്ന ആൾക്കാർ സ്വാഭാവികമായും അത് അറബിയിലായിരിക്കണം എന്ന് മനസ്സിലാക്കാൻ ഈ ഹദീസ് തന്നെ മതി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതകാലത്ത് ഓതിയ എല്ലാ ഖുതുബകളും അറബിയിലാണ് നിർവഹിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അറബിയിൽ
പിന്നെ അവിടെ സാധാരണ മുജാഹിദുകൾ ചോദിക്കാറുണ്ട്, റസൂലുള്ളാഹിന്റെ ഭാഷ അറബിയാണ്, റസൂലുള്ളാഹിന്റെ ഭാഷ അറബി ആയതുകൊണ്ട് റസൂലുള്ളാഹി അറബിയിൽ നിർവഹിച്ചു, നമ്മുടെ ഭാഷ മലയാളമാണ് അതുകൊണ്ട് നമ്മൾ മലയാളം നിർവഹിക്കണം എന്ന ഒരു ന്യായം കേരളത്തിലെ മുജാഹിദുകൾ ഉദ്ധരിക്കാറുണ്ട്. സഹോദരന്മാരെ, അതും ശരിയല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മാതൃഭാഷ എന്ന നിലയിലല്ല ഖുതുബ നിർവഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിലും മറ്റ് ഇതര രാജ്യങ്ങളിലും ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി എത്തിച്ചേർന്ന അറബികളായ സ്വഹാബിമാർ അവര് മലയാളത്തിൽ ഖുതുബ നിർവഹിക്കണ്ടേ? അല്ലെങ്കിൽ മാതൃഭാഷയിൽ ഖുതുബ നിർവഹിക്കണ്ടേ? അവരാരും മാതൃഭാഷയിൽ ഖുതുബ നിർവഹിച്ചിട്ടില്ല. അവർക്ക് മാതൃഭാഷ, കേരളത്തിലെ മാതൃഭാഷ അറിയാത്തത് കൊണ്ടുമല്ല, അത് ചരിത്രവിരുദ്ധമാണ്. ചരിത്രവിരുദ്ധമാണ്. ഇവിടെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി വന്ന ആളുകൾക്ക് മലയാളം അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ കേരളത്തിന്റെ അന്നത്തെ ഭാഷ അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് എല്ലാ ചരിത്രങ്ങൾക്കും വിരുദ്ധമാണ്. അപ്പൊ ചുരുക്കത്തിൽ ഭാഷ അറിയാത്തത് കൊണ്ടല്ല, കേരളത്തിലും കേരളത്തിന്റെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും അതുപോലെ മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി വന്ന സ്വഹാബിമാർ അവരാരും അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ചിട്ടില്ല. മാതൃഭാഷയിൽ ആരും ഖുതുബ നിർവഹിച്ചിട്ടില്ല. തിരിയണ്ടേ എന്ന ചോദ്യം കുറച്ചുകൂടി പ്രസക്തമായിരുന്നു അന്ന്. കാരണം നമുക്കന്ന് മദ്രസല്ല, പള്ളി ദർസുകളില്ല, ശരീഅത്ത് കോളേജുകളില്ല, ദീൻ പഠിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കുറവാണ്. ആ കുറവായ കാലഘട്ടത്തിൽ പോലും കൊടുങ്ങല്ലൂരിലെ പള്ളിയിൽ അല്ലെങ്കിൽ കാസർഗോഡ് പള്ളിയിൽ സ്വഹാബിമാരെ ഖുതുബ നിർവഹിക്കുമ്പോൾ ഈ വരുന്ന ആളുകൾക്ക് നിസ്കാരത്തിന്റെ ഫർദ് തിരിഞ്ഞോട്ടെ, അതുകൊണ്ട് ഞാൻ ആ ഫർദൊന്ന് മാതൃഭാഷയിൽ പഠിപ്പിക്കട്ടെ എന്ന് സ്വഹാബത്ത് ചിന്തിച്ചിട്ടില്ല. കാരണം സ്വഹാബത്തിനറിയാം, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കാനാണ് റസൂലുള്ളാഹി കൽപ്പിച്ചത്. റസൂലുള്ളാഹി നിസ്കരിച്ചത് അറബിയിൽ 2 ഖുതുബ നിർവഹിച്ച് അറബിയിലാണ് നിസ്കരിച്ചത്. അതാണ് ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ ഖുതുബക്ക് തന്നെയും തെളിവാക്കിയിട്ടുള്ളത് ഈ ഹദീസാണ്. അതുകൊണ്ടാണ് ഈ ഹദീസ് അറബിയിൽ ഖുതുബ നിർവഹിക്കുന്നതിന് തെളിവാണ് എന്ന് നമ്മൾ പറയാനുള്ള കാരണം. ശാഫിഈ ഇമാം തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം മദ്ഹബിനെ സംബന്ധിച്ച് പ്രസക്തമേ അല്ല. കാരണം ശാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞാൽ ശാഫിഈ ഇമാം പറഞ്ഞത് എന്നല്ല അർത്ഥം. മറിച്ച് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈയും അദ്ദേഹത്തിന്റെ അനുയായികളും അസ്ഹാബും അഥവാ പണ്ഡിതന്മാർ, ശിഷ്യന്മാർ അവര് സമാഹരിച്ച് അവരെത്തിച്ചേർന്ന അഭിപ്രായങ്ങൾ, അതിനാണ് ശാഫിഈ മദ്ഹബ് എന്ന് പറയുക. അതുകൊണ്ട് ശാഫിഈ കിതാബുകളിലെല്ലാം ഈ കാര്യങ്ങൾ വിശദീകരിച്ചതും പറഞ്ഞിട്ടുള്ളതുമാണ് എന്ന് ചുരുക്കി ഓർമ്മപ്പെടുത്തുന്നു.